Hello guys, welcome back to my channel D Sports Official. So കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി വേഴ്സസ് ഒഡീഷ എഫ് സി മാച്ചിന്റെ ഒരു റിവ്യൂ ആണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായി കാണുന്നയാളാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോയിലേക്ക് പോകാം. ഒഡീഷ എഫ് സിയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നും നിരവധി അറ്റാക്കുകൾ ആദ്യ പകുതിയിൽ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി ഒഡീഷ എഫ് സിയുടെ ഇന്ത്യൻ താരം ജെറി ലാൽമാവിയ സുന്ദരം ഒരു മുന്നേറ്റം നടത്തുന്നു. സത്യത്തിൽ ആ ഗോള് പിറക്കാൻ കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസീവ് മിസ്റ്റേക്കാണ്. കാരണം ജെറി ആ പന്തുമായി ഡി ബോക്സിന്റെ അകത്തേക്ക് വരുമ്പോൾ യാതൊരു വിധത്തിലുള്ള ചാലഞ്ചും ജെറിക്ക് നൽകാൻ അവിടെ പ്ലേയേഴ്സ് തയ്യാറായിരുന്നില്ല. പ്രീതം കോട്ടാലും അതുപോലെ തന്നെ ഡിഫൻസിൽ അതുപോലെ തന്നെ വിപിൻ മോഹനും യാതൊരുവിധ ചാലഞ്ചും അദ്ദേഹത്തിനെതിരെ ജെറിക്കെതിരെ നടത്തുവാൻ ഒരു ഇൻട്രസ്റ്റ് കാണിക്കാത്ത പോലെയാണ് നമുക്ക് അത് കണ്ടപ്പോൾ തോന്നിയത്. അങ്ങനെ ഒഡീഷ എഫ് സി 1 കേരള ബ്ലാസ്റ്റേഴ്സ് 0 എന്ന സ്കോറിലേക്ക് എത്തുന്നു. അതിനുശേഷം ആ ഗോളിന് ശേഷമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സത്യത്തിൽ ഒരു ഉണർന്ന് കളിച്ചത് എന്ന് വേണം പറയാൻ. കാരണം ആ ഗോളിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് വളരെയധികം ഒരു മികച്ച മുന്നേറ്റങ്ങൾ ആ ഗോളിന് ശേഷം നമുക്ക് കാണുവാൻ സാധിച്ചു. സത്യത്തിൽ ആ ഗോളിന് ശേഷമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിക്കണം എന്നൊരു വാശിയോടുകൂടി, അല്ലെങ്കിൽ ഗോൾ സ്കോർ ചെയ്യണം എന്നൊരു വാശിയോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്നത് നമ്മൾ കണ്ടത്. അങ്ങനെ ആദ്യ പകുതി അവസാനിക്കുന്നു. രണ്ടാം പകുതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ച മുന്നേറ്റങ്ങൾ നടത്തുന്നു. അതിന്റെ ഭാഗമായി 60-ാം മിനിറ്റിൽ കോമി വെപ്രക്ക് ഒരു മികച്ച മുന്നേറ്റം നടത്തുവാനുള്ള അവസരം കിട്ടുന്നു. അഡ്രിയാൻ ലൂണ നൽകിയ പാസ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗാനൻ താരം കോമി വെപ്ര അതിവേഗത്തിൽ പന്തുമായി ഡി ബോക്സിന്റെ ഉള്ളിലേക്ക് കുതിക്കുന്നു. പോസ്റ്റിലേക്ക് തന്നെ ലക്ഷ്യമാക്കിക്കൊണ്ട് കോമി വെപ്രയുടെ മുന്നേറ്റം. കോമി വെപ്രയുടെ മുന്നിൽ എല്ലാ ഡിഫൻഡേഴ്സിനും കബളിപ്പിച്ചുകൊണ്ട് കോമി വെപ്രയുടെ മുന്നിൽ അമരീന്ദർ സിംഗ് എന്ന ഇന്ത്യൻ എക്സ്പീരിയൻസ് ഗോൾ കീപ്പറെയും അതിവിദഗ്ധമായാണ് കോമി വെപ്ര കബളിപ്പിച്ചത്. അതിവിദഗ്ധമായി അമരീന്ദർ സിംഗിനെ കബളിപ്പിച്ചുകൊണ്ട് പന്ത് വലയിലേക്ക് ഇടുന്നു. അങ്ങനെ 1-1 എന്ന സ്കോറിലേക്ക് മത്സരം എത്തുന്നു. ഒഡീഷ എഫ് സി 1 കേരള ബ്ലാസ്റ്റേഴ്സ് 1. അതിനുശേഷവും മികച്ച അവസരങ്ങൾ, അതിനുശേഷമാണ് സത്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒന്ന് ഉണർന്ന് കളിച്ചത്. അങ്ങനെ 73-ാം മിനിറ്റിൽ മറ്റൊരു അവസരം കൂടി ലഭിക്കുന്നു. 73-ാം മിനിറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ടായി വന്ന സ്പാനിഷ് താരം ജീസസ് ജിമിനസിന്റെ അതിസുന്ദരമായ ഒരു ഗോള്. കോറോസിംഗിന്റെ മികച്ച ത്രൂ പാസിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പാനിഷ് താരം ജീസസ് ജിമിനസിന്റെ ക്ലിനിക്കൽ ഫിനിഷ്. അങ്ങനെ 2-1 എന്ന സ്കോറിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് എത്തുന്നു. അതിനുശേഷം 80-ാം മിനിറ്റിൽ ഒഡീഷ എഫ് സിക്ക് അനുകൂലമായി ഒരു ഫ്രീ കിക്ക് ലഭിക്കുന്നു. അവരുടെ താരമായ ഡോറന്റൺ ആണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ പേര്. ക്ഷമിക്കണം, അദ്ദേഹത്തിന്റെ പേരെന്താണെന്ന് എനിക്ക് കൃത്യമായി അറിയില്ല. ഡോറന്റൺ ആണെന്ന് തോന്നുന്നുണ്ട്. അദ്ദേഹത്തെ ഫൗൾ ചെയ്തതിന്റെ ഭാഗമായി 80-ാം മിനിറ്റിൽ ഒഡീഷ എഫ് സിക്ക് അനുകൂലമായ ഒരു ഫ്രീ കിക്ക് ലഭിക്കുന്നു. ആ ഫ്രീ കിക്ക് എടുത്ത് ഡിയോഗോ മൊറീഷോ കൃത്യമായി പോസ്റ്റിലേക്ക് നിറവൊഴിച്ചുവെങ്കിലും സച്ചിന്റെ ഒരു മികച്ച സേവിലൂടെ അത് രക്ഷപ്പെടുത്തി. പക്ഷെ എങ്കിൽ കൂടിയും അത് റീബൗണ്ട് വന്ന ആ പന്ത് അവരുടെ പുതിയ സൈനിങ് ആയ ഡോണാർട്ടൺ അത് ഗോൾ സ്കോർ ചെയ്യുകയായിരുന്നു. അങ്ങനെ 2-1 എന്ന സ്കോറിലേക്ക് ഒഡീഷ എഫ് സി ലീഡ് ചെയ്യുന്നു. 2-2 എന്ന സ്കോറിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് എത്തുന്നു. അതിനുശേഷം 95-ാം മിനിറ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇടത് സൈഡിലൂടെ ഒരു മികച്ച മുന്നേറ്റം. ആ മുന്നേറ്റത്തിനൊടുവിൽ നോഹ സദോയ് അവരുടെ ഇന്ത്യൻ താരമായ റഹീം അലിയെ കബളിപ്പിച്ചുകൊണ്ട് ഒരു ഷോട്ട് എടുക്കുന്നു. അത് റഹീം അലിയുടെ കാലിൽ തട്ടി ഡിഫ്ലക്റ്റഡായി അത് ഒഡീഷ എഫ് സിയുടെ വലയിലേക്ക് കയറുന്നു. അങ്ങനെ 3-2 എന്ന സ്കോറിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയം ഉറപ്പിക്കുകയായിരുന്നു. സോ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. Till then, bye.